സാറേ, ഇന്നലെ രാത്രി കണ്ണൂർ രാമന്തളി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ രാമന്തളിയിൽ ഒരു നാടിനെ നടക്കുന്ന ഒരു മരണം ഉണ്ടായിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. 38 വയസ്സുള്ള കലാധരൻ്റെ അമ്മ 60 വയസ്സുള്ള ഉഷ, കലാധരൻ്റെ മകൾ 5 വയസ്സുള്ള ഹിമ, മകൻ 2 വയസ്സുള്ള കണ്ണൻ എന്നിവരാണ് മരിച്ചത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ അച്ഛൻ, കലാധരൻ്റെ അച്ഛൻ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചപ്പോഴാണ് ഇവർ മരിച്ച് കണ്ടത്. അമ്മയും കലാധരനും ഉഷയും, അതായത് കലാധരനും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മക്കൾ വിഷക്കുപ്പിയും പാലും കീടനാശിനിയും ഉപയോഗിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഈ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് നയിക്കാനുള്ള കാരണം? നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അതായത് ഈ വാർത്തയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 പേര് തൂങ്ങി മരിച്ചു, 2 പേര് 2 കുട്ടികൾ വിഷം കഴിച്ചു മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ വേറൊരു വാർത്ത വന്നിരിക്കുന്നത് 2 കുട്ടികളുടെയും കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവരും വിഷവും കഴിച്ചിട്ടുണ്ട്, കെട്ടിത്തൂങ്ങിയിട്ടുമുണ്ട്, അമ്മയും മകനും എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം, ഈ വിഷം കഴിച്ച അമ്മ അല്ലെങ്കിൽ മകൻ വിഷം കഴിച്ചത് എന്ത് വിഷമാണ് കഴിച്ചത്? അത് പഠിക്കേണ്ടതുണ്ട്. ആ വിഷം കഴിച്ച അമ്മയും മകനും വിഷം കഴിച്ചാൽ അവർക്ക് ഒരിക്കലും കൈ പൊങ്ങില്ല കെട്ടിത്തൂങ്ങാൻ. അപ്പോൾ കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് പറയുന്നതായിരിക്കില്ല, കെട്ടിത്തൂക്കി കൊന്നതായിരിക്കാം എന്നുള്ളത് വരുന്നു. ഒരു അച്ഛന് ഒരിക്കലും അത്രയും ഈ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനും കഴിയില്ല. എന്നിട്ട് വിഷം കഴിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ദുരൂഹതകൾ ഉണ്ട്. അവിടെ എന്തായാലും ഇവിടെ പറയുന്നത്, അവർ ആ പറയുന്ന കലാധരൻ ഭാര്യയുമായി വിവാഹമോചന കുടുംബ കോടതി കേസിലാണെന്നും, കുടുംബ കോടതി ആദ്യം തന്നെ കുട്ടികളെ വിട്ടുകൊടുക്കാൻ, കുട്ടികൾ 2 പേരും ഈ അമ്മയുടെയും, അതായത് കലാധരൻ്റെ അമ്മയുടെ കൂടെ, കലാധരൻ്റെ കൂടെയാണ് ജീവിച്ചിരുന്നത്. ഭാര്യ വേറെ സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. അപ്പം കുടുംബ കോടതിയിൽ കേസ് വരികയും കുടുംബ കോടതി 2 കുട്ടികളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പം വിട്ടുകൊടുത്തപ്പോൾ കുട്ടികളെ കൊണ്ടുപോയ ഒരു ഭാര്യ കൊണ്ടുപോയ ശേഷം അവിടുന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. കുട്ടികൾ ആ അച്ഛനെ കാണുന്നു, അച്ഛൻ്റെ കൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ കോടതിയിൽ നിന്ന് വിട്ടുകൊടുത്തു താൽക്കാലികമായിട്ട്. പക്ഷേ ഈ സന്ദർഭത്തിലാണ് കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രധാന ദൃഷ്ട്യാ അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിലെ ഫാമിലി കോർട്ടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണ് വിവാഹമോചനത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ വിപത്ത്, വലിയൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കുട്ടികളാണ് ഇതിൻ്റെ അകത്ത് ഇരകളായിത്തീരുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു, അവർ വഴിതെറ്റുന്നു. ഇവിടെ തന്നെ 2 കുട്ടികൾ അമ്മയും അച്ഛനും വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അച്ഛനും അമ്മേൻ്റെയും സ്നേഹം വേണമെന്ന് പറയുമ്പോൾ അവരെ വിഭജിക്കുകയാണ്. ഇവരറിയുന്നില്ല 2 കുട്ടികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന്. അവരുടെ ജീവിതം നാളത്തേക്ക് ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് വരികയും അവർ മയക്കുമരുന്നിനും അതേപോലുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെടും, വഴിതെറ്റും. ഇതാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് പലരും കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് വെച്ചാൽ, വീട്ടിലെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആശ്വാസങ്ങളാണ്, പ്രശ്നങ്ങളാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. ഇതിൽ അച്ഛനും അമ്മയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവരുടെ സ്നേഹവും പരിലാളന, കെയർ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ വളർന്ന് ഒരു 16 വയസ്സ് വരെ പ്രായപൂർത്തിയാകുന്നവരെ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ അച്ഛനും അമ്മയ്ക്കാണ്. അതിൻ്റെ ഇടയിൽ അവരെ വ്യക്തിത്വ വികാസനത്തിനൊക്കെ ഇവരുടെ നിർണായക പങ്കുണ്ട് 2 പേരുടെയും. കുട്ടിപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ കലഹം കൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണിത്. അതാണ് ഇവിടെ വ്യാപകമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഫാമിലി കോർട്ടുകളുടെ ചെന്നു കഴിഞ്ഞാൽ 100 കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ വിവാഹമോചനത്തിനും തങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിനുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേദിയായി മാറുകയാണ്. പറഞ്ഞു കേൾക്കാത്ത പല ആരോപണങ്ങളും നമ്മൾ അവിടെ കേൾക്കുകയാണ്. ഭാര്യ ഇങ്ങനെ പോയി, വഴിതെറ്റിപ്പോയി, ഭർത്താവ് വഴിതെറ്റിപ്പോയി എന്ന് പറയുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നിസ്സാര കാര്യങ്ങൾക്കാണ് പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഊതി ഉപയോഗിച്ച് തമ്മിൽ തെറ്റിക്കാൻ പലരും ഉണ്ടാകും. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, നമ്മളൊരു ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം തന്നെ. ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ്? ശ്രീകുമാര മേനോനാണ്. ശ്രീകുമാര മേനോനിൽ മഞ്ജു വാര്യർ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മഞ്ജു വാര്യരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഈ ദിലീപിനെതിരെ കാവ്യാമാധവുമായി ബന്ധമുണ്ടെന്നുള്ളൊരു കഥ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവസാനം കാവ്യാമാധവൻ്റെ കൂടെ പോയി ആര്? ദിലീപ്.
ശ്രീകുമാര മേനോൻ്റെ കൂടെ പോയി ആര്? മഞ്ജു വാര്യർ. അവസാനം മഞ്ജു വാര്യർക്ക് പിന്നെ മനസ്സിലായി ശ്രീകുമാര മേനോൻ തട്ടിപ്പാണെന്നും തൻ്റെ ജീവിതം താർക്കാമെന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് അവർ തമ്മിലുള്ള അകലം എവിടെയോ എത്തി കഴിഞ്ഞിരുന്നു. എന്നാൽ മകൾ മീനാക്ഷി ആരുടെ സ്നേഹമാണ് വേണ്ടത്? അമ്മയുടെയും മകളുടെയും അച്ഛൻ്റെയും സ്നേഹം വേണം. മകൾക്ക് അവസാനം മകളെ വിട്ടുകൊടുക്കുകയാണ് ആർക്ക്? അച്ഛന്, മഞ്ജു വാര്യർ. ഒരു അമ്മ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരത്തെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികളെ കുറിച്ചിട്ടാണ്. ഇതാണ് ഒരു സാമൂഹ്യ വിപത്തായി കൊണ്ടിരിക്കുന്നൊരു കാര്യം. ഇവിടെ ഈ കുട്ടികളുമായി വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ അച്ഛൻ കലാധരൻ അതുപോലെ അമ്മയും ചേർന്ന് തീരുമാനമെടുത്ത് 2 കുട്ടികളെയും കൊന്ന ശേഷം അവർ സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത് ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛനെ എന്തുകൊണ്ട് നിർത്തിയില്ല? കലാധരൻ്റെ അച്ഛൻ എങ്ങനെ വന്നു പുറത്ത്? അച്ഛനെയും കൂടി കൂട്ടില്ലേ? അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും കൂടി ചിന്തിക്കില്ലേ? അപ്പോൾ 5 പേര് മരിക്കണം, ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഉണ്ടായില്ല. ഇവിടെയാണ് ദുരൂഹത ഉണ്ടാവുന്നത്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ഇനി വേറൊരു കാര്യം, ഈ പിണറായി വിജയൻ ഭരണം ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പല കുടുംബത്തിലും സുരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ഉണ്ടാകുന്ന എന്താ പറയുക, കൃത്യമായി പോലീസ് ഇടപെടുന്നില്ല. അവിടെ പാർട്ടി ഇടപെട്ടിട്ട് പരാതിക്കാരി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുക്കും. തിരിച്ച് മോഷണ കേസിനോ മറ്റൊരു കള്ളപ്പരാതി ഉണ്ടാക്കി കൊടുക്കും. അവസാനം എന്ത് ചെയ്യും? കേസ് കൃത്യമായി പോലീസ് അന്വേഷിക്കില്ല. പാർട്ടി ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പഠിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇത് തളിപ്പറമ്പിലാണ് ഉണ്ടായിട്ടുള്ളത്, ഗോവിന്ദമാഷ മണ്ഡലത്തിലാണ്. ഗോവിന്ദമാഷ മണ്ഡലത്തിൽ വരുമ്പോൾ കൃത്യമായി ഗോവിന്ദമാഷ് ഇക്കാര്യം അറിയേണ്ടതാണ്. കാരണം ഗോവിന്ദമാഷ്ക്ക് കൃത്യമായി ആ നാട്ടിൻ്റെ എല്ലാം ഈച്ച് ആൻഡ് എവറി പ്ലേസ് അറിയാവുന്നതാണ്. അദ്ദേഹം ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പിണറായി വിജയൻ്റെ നാടാണ് കണ്ണൂരാണ് ഇതുണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ ഭരിച്ച ശേഷം ഇത്തരം കാര്യങ്ങൾ വ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ കുടുംബത്തിൽ പോലും ഒരു ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തീർക്കാൻ ആരെങ്കിലും മുൻകൈ എടുക്കണ്ടേ? അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് മുൻകൈ എടുത്തിട്ട് തീർക്കാനുള്ള സാഹചര്യമുണ്ട്. അവർ 2 പേരെയും വിളിച്ചുവരുത്തി തീർക്കാവുന്ന കാര്യമുള്ളൂ. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഏത് കാലത്ത് തീരും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തളിപ്പറമ്പ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. രാമന്തളി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ ഒരു പഞ്ചായത്താണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികളായിട്ട് ഗോവിന്ദമാഷും അതേപോലെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഉത്തരവാദികളാണ്. കാരണം അവരുടെ ഭരണകാലത്തിൽ പിണറായി ആണെങ്കിൽ പിണറായിൻ്റെ സ്വന്തം മകനെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ മോഷ്ടിച്ച് നടക്കുകയാണ്. അദ്ദേഹം ആണെങ്കിൽ ജനങ്ങളെ കാണാൻ പോലും ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും തയ്യാറല്ല. അതേ സ്ഥിതിയിലായിരിക്കുന്നു അവിടെ സാധാരണ പാർട്ടി നേതാക്കന്മാർ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. അവർ ആ പ്രാദേശികമായിട്ട് എങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്താം എന്നുള്ള നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഇത്തരം മരണങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി വ്യാപകമായി കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ അതാത് പ്രദേശത്ത് ഇതിനനുസരിച്ചുള്ള അവരെ ഇത്തരം വിവാഹം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ തന്നെ പരിഹരിക്കാനുള്ള ഒരു സൈക്കോളജിസ്റ്റുകളൊക്കെ അടങ്ങിയ ഒരു കമ്മിറ്റി ഉണ്ടാവുകയും ഒരു സംവിധാനം ഉണ്ടാകുകയും ആ സംവിധാനത്തിൻ്റെ കീഴിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം. ഒരു കോടതി കൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ഒരു കോടതിയിൽ ജഡ്ജിന് പറയാൻ പറ്റും, നിങ്ങൾ 2 പേരും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സംസാരിക്കണം എന്ന് പറയും. 2 അഡ്വക്കന്മാരാണെങ്കിൽ അവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പല അഡ്വക്കന്മാരും ഇവരെ തമ്മിൽ തെളിയിച്ച് ചോര കുടിച്ചാലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. പല അഡ്വക്കന്മാരും ഇത്തരത്തിൽ എനിക്കറിയാവുന്ന ധാരാളം തെറ്റി വരുന്ന യുവതികളെ മാക്സിമം ഒപ്പിച്ചിട്ട് അവർ സെക്ഷലി അടക്കം ഉപയോഗിക്കുന്ന എത്രയോ അഡ്വക്കന്മാരുടെ കാര്യങ്ങൾ എനിക്കറിയാം. എത്രയോ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പരാതികളായിട്ട് സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. ചില പ്രമുഖരായ അഡ്വക്കറ്റുമാർ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഹീനമായ ശ്രമങ്ങൾ കാരണം പിന്നീട് ഏതെങ്കിലും വിധത്തിൽ അത് പരിഹരിച്ചു പോകുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കിയിട്ടുള്ള സംഭവങ്ങളും എനിക്കറിയാം. ചില അഡ്വക്കന്മാരുടെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ കേരളം കത്തും. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളാണ് യുവതികൾ നേരിടുന്നത്. പുരുഷന്മാരാകട്ടെ ഇത്തരം സംവിധാനത്തിൽ എത്തിപ്പെട്ടാൽ ഇത് മൂർച്ഛിച്ച് പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇതൊരു സോഷ്യൽ വിപത്താണ് കേരളത്തിൽ. ആ വിപത്തിനെ പരിഹരിക്കാൻ പ്രാദേശികമായിട്ട് തന്നെ സംവിധാനങ്ങൾ വരേണ്ട കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ
ഇത് ആയിരക്കണക്കിന് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കും. കേരളം ഇതിൻ്റെ ഒരു ഇതായി മാറും. ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും കുടുംബത്തിൽ തന്നെ കൊലപാതകങ്ങളും ആത്മഹത്യകളുമായി മാറാം. പിന്നെ ഇതിൽ സാധ്യതയുണ്ട് ഇത് കൊലപാതകമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കറിയാം കവിയൂർ കേസ് ഞാൻ പഠിക്കാൻ പോയപ്പോൾ അവിടെ നാരായണ നമ്പൂതിരിയും 5 അംഗ കുടുംബവും ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ വിളിച്ചു പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് പഠിച്ചപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേം ആൻഡ് സ്പെർമറ്റോസോവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ആ കുട്ടിയെ മരിക്കുന്നതിന് മുമ്പാണ് ബലാത്സംഗം ചെയ്തത് എന്നുള്ള ഉറപ്പാണ്. പിന്നീട് എല്ലാവരും ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഞാൻ പഠിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാരായണ നമ്പൂരി വിഷം കഴിച്ചിട്ടുണ്ട്, മദ്യവും കഴിച്ചിട്ടുണ്ട്. മദ്യവും വിഷം കഴിച്ചാൽ ഒരാൾക്ക് തൂങ്ങി മരിക്കാൻ പറ്റുമോ? പറ്റുമോ? നാടിഞരമ്പുകളും ഇതായി നിർജ്ജീവം, അനങ്ങാൻ പറ്റാത്ത അവസരം, മസിലുകൾ ഒന്നും അനങ്ങാൻ പറ്റില്ല, ബോഡി അനങ്ങാൻ പറ്റാത്ത, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നിട്ട് കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടുള്ളത്. അപ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ആ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടു. ഇതേപോലെ രാമന്തളിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്ന് പഠിക്കേണ്ടതാണ്. കാരണം ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും ചിന്തിക്കാവുന്ന രൂപത്തിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല, കൊലപാതകമാണോ ആത്മഹത്യയാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം കവിയൂർ കേസിൽ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നത് പോലീസ് റിപ്പോർട്ട് എഴുതിയിട്ട് ഞാനാണ് അത് കണ്ടെത്തിയത്, പിന്നെ അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന കഥ ഉണ്ടാക്കി CBI, അവസാനം അത് പൊളിച്ചത് ഞാനാണ്. നന്ദകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ 3rd റേറ്റ് ഒരു SP ഉണ്ടായിരുന്നു CBIക്ക്. അദ്ദേഹം ഈ പറയുന്ന പ്രതികളുടെ അടുത്ത് പൈസ മേടിച്ച് അവസാനം അദ്ദേഹം എഴുതി പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്നാണ്. അത്രയും വൃത്തികെട്ട രൂപത്തിൽ പോലും എഴുതേണ്ടി വന്നു. ആദ്യം ലതാ നായർ മാത്രമായിരുന്നു പ്രതിയായിട്ടുണ്ടായിരുന്നത്. ലതാ നായർ മാത്രമായിട്ട് എങ്ങനെ പ്രതി ഉണ്ടാവും? കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടെന്ന് വരുമ്പോൾ അപ്പോൾ ലതാ നായരാണോ ബലാത്സംഗം ചെയ്തത്? അപ്പോൾ ഈ രൂപത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാമന്തളിയിലെ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് കവിയൂർ കേസ് തെളിയിക്കുന്നത്. അതിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെയും MA ബേബിയുടെ അവരുടെ മക്കളുടെ അടക്കം പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് ജഡ്ജിന് തന്നെ കത്ത് കിട്ടിയിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല. CBI അന്വേഷിക്കാൻ പോയിട്ട് അവസാനം അച്ഛൻ മോളെ പിടിപ്പിച്ചു എന്ന് കഥ ഉണ്ടാക്കി. അതേപോലെ ഇവിടെ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇവരെ കൊന്നതാണോ? ഇവർ സ്വയം മരിക്കാൻ തീരുമാനിച്ച, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തുകൊണ്ട് പിതാവിനെ കൂട്ടിയില്ല എന്നുള്ള ചോദ്യമാണ് ബാക്കി. അതുകൊണ്ട് കുറേ ദുരൂഹതകളുണ്ട്. എന്തായാലും ഒരു സാമൂഹ്യ വിപത്തായി ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുന്നിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ? പിണറായി വിജയൻ്റെയും നമുക്ക് ചോദ്യം ചോദിക്കാം. പിണറായി വിജയൻ്റെയും ഗോവിന്ദ മാഷയുടെയും പങ്കെന്ത് എന്നും കൂടി ചോദ്യം ചോദിക്കാം. അവരെന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കാത്തത്?